ഹലോ, നമുക്കിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എസെൻഷ്യൽ ക്രിട്ടിക്കൽ കെയർ ആൻഡ് നഴ്സിംഗ് സ്കിൽ യൂണിറ്റ് 2 സെമിസ്റ്റർ ഫോർ OT ആൻഡ് ET ആണ്. ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ഹെമറേജ് റെഫേഴ്സ് ടു ഫോർ എൻജോയ് ഭയങ്കര പെട്ടെന്ന് ഇപ്പോൾ ബ്ലഡ് പോകുന്നതാണ് ഹെമറേജ് എന്ന് പറയുന്നത്. അതിൻ്റെ ആൻസർ റാപ്പിഡ് ബ്ലഡ് ലോസ് ആണ്. പെട്ടെന്നൊരു മുറിവ് പറ്റുന്നു, അല്ലെങ്കിൽ ആക്സിഡൻറ്റ് പറ്റുന്നു, അല്ലെങ്കിൽ ബ്രെയിനകത്ത് പിന്നെ ഒരു ഞരമ്പ് പൊട്ടിയിട്ട് ബ്ലഡ് പോകുന്നു, അതൊക്കെ ഹെമറേജ് ആണ്. വലിയൊരു ഞരമ്പ് പൊട്ടിയിട്ട് ഒരുപാട് ബ്ലഡ് പോകുന്നു, ശരീരത്തിനുള്ള ബ്ലഡ് നഷ്ടപ്പെടുന്നു, അതിനാണ് ഹെമറേജ് എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്. മോസ്റ്റ് വാസ്കുലർ ഓർഗൻ പ്രോൺ ടു ബ്ലീഡിങ്, ഏറ്റവും കൂടുതൽ ബ്ലീഡിങ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു അവയവം ഏതാണ്? അതിനകത്ത് ബോൺ, ലിവർ, സ്കിൻ ആൻഡ് ടെൻഡനാണ്. അതിനകത്ത് ലിവറാണ്. ലിവർ പെട്ടെന്ന് ഇഞ്ചുറി പറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് ആദ്യം ബ്ലഡ് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഒരുപാട് ബ്ലഡ് പോകുന്ന ഒരു ഓർഗനാണ്. അതിൻ്റെ ആൻസർ ബി ആണ്, ലിവർ. ഏർലി ഹെമറേജ് സിംറ്റംസ്, ഒരുപാട് ബ്ലഡ് പോയി കഴിഞ്ഞാൽ എന്ത് ബുദ്ധിമുട്ടാണ് പേഷ്യൻ്റ് അനുഭവപ്പെടുന്നത്? അപ്പം ബ്രാഡിക്കാർഡിയ, ഹാർട്ട് റേറ്റ് കുറയുന്നു, റെസ്റ്റ്ലെസ്നെസ് പ്രോബ്ലം ഉണ്ടാകുന്നു, സൈനോസിസ്, എഡീമ. ഇതിനകത്ത് പേഷ്യൻ്റ് പറയുന്ന കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് റെസ്റ്റ്ലെസ്നെസ് ആയിരിക്കും. പെട്ടെന്ന് ഒരു പ്രോബ്ലം പോലെ തോന്നും. ഓക്കെ, കാരണം ബ്ലഡ് ഫ്ലോ കുറയുന്നു, ബ്രെയിനിലേക്ക് ബ്ലഡ് സപ്ലൈ കുറയുന്നു. അതാണ് ഒരു തുടക്കത്തിലുള്ളൊരു സിംറ്റംസ്. ലേറ്റ് ഹെമറേജ് സൈൻസ്, കുറച്ച് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് കാണാൻ പറ്റുന്നത്? ഒരുപാട് ബ്ലഡ് നഷ്ടപ്പെടുമ്പോൾ കളറിൽ വ്യത്യാസം വരും, സ്കിന്നിൻ്റെ ബ്രൈറ്റ്നസ് ഒക്കെ നഷ്ടപ്പെട്ടിട്ട് സ്കിൻ പെയിലാവും. അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ ബി ആണ്, സിവിയർ പാലോ. എന്നുവെച്ചാൽ സ്കിൻ്റെ കളർ കുറഞ്ഞു വരും. നേരത്തെ ഉണ്ടായിരുന്ന ഒരു പിങ്ക് കളറുള്ള സ്കിൻ ആയിരിക്കുമെങ്കിൽ പിങ്കിന് ഒരു പെയിൽ കളറിലേക്ക് വരും, ഡള്ളായിട്ടുള്ള കളറിലേക്ക് വരും. ആൻസർ ബി ആണ്. ഇന്റേണൽ ബ്ലീഡിങ് ഇൻഡിക്കേറ്റർ, അകത്ത് എന്തെങ്കിലും ബ്ലീഡിങ് നടക്കുന്നെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് എങ്ങനെ അറിയാൻ പറ്റുമെന്നുള്ളതാണ്. അകത്തുള്ളിൽ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ പുറമെ എങ്ങനെ കാണാൻ പറ്റുന്നതാണ് ചോദ്യം. ആൻസർ ബി ആണ്, ബ്രൂസിങ്. Bruising suggests internal bleeding because it represents blood leaking out of the damaged blood. Bruising എന്ന് ചതവ് പറ്റുമ്പോൾ ഉള്ളിലുള്ള ബ്ലഡ് ലീക്ക് ചെയ്ത് പുറത്തേക്ക് വരുന്നതിനാണ് ബ്രൂസിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ ബി ആണ്. ഷോക്ക് ഫ്രം ബ്ലഡ്, ഷോക്ക് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ രക്തഓട്ടം കുറയുന്നു, അത് നിന്നു പോകുന്ന അവസ്ഥയാണ് ഷോക്ക് എന്ന് പറയുന്നത്. അപ്പം രക്തം ഒരുപാട് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഹാർട്ടിന് പമ്പ് ചെയ്യാൻ ബ്ലഡ് ഉണ്ടാവില്ല. അപ്പോൾ സർക്കുലേഷൻ അല്ലെങ്കിൽ രക്തഓട്ടം നിന്നു പോകും. അപ്പോൾ ബ്ലഡിൻ്റെ അളവ് കുറയുന്നു, അപ്പോൾ വോളിയം കുറയുന്നു. അപ്പോൾ ആൻസർ ബി ആണ്. ഷോക്ക് സ്കിൻ കണ്ടീഷൻ, ഷോക്ക് വരുമ്പോൾ രക്തഓട്ടം കുറഞ്ഞു വരുമ്പോഴും നിന്ന് പോകുമ്പോൾ സ്കിന്നിൻ്റെ എന്താണ് കണ്ടീഷൻ? സ്കിൻ തണുത്തിരിക്കും, ചൂടൊക്കെ നഷ്ടപ്പെട്ട് തണുത്തിരിക്കും, അതാണ് കണ്ടീഷൻ. അപ്പോൾ ആൻസർ ഇത് സി ആണ്. അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ബോഡി നാച്ചുറലി ബ്ലഡിന് പ്രഷർ കൂട്ടാൻ വേണ്ടി ഞരമ്പിൻ്റെ വേഗം ചുരുങ്ങും, അല്ലെങ്കിൽ ടൈറ്റ് ആകും, അല്ലെങ്കിൽ വാസോ കൺസ്ട്രക്ഷൻ ഉണ്ടാവും. അപ്പോൾ സ്കിന്നിലേക്കൂടെ ബ്ലഡ് കുറഞ്ഞു വരും. അപ്പം ആൻസർ സി ആണ്. ഷോക്ക് ഹാർട്ട് റേറ്റ്, ഷോക്കുള്ള സമയത്ത് അല്ലെങ്കിൽ സർക്കുലേഷൻ സ്ലോ ആയി നിന്ന സമയത്ത് ഹാർട്ട് റേറ്റ് എന്ത് പറ്റും? ഹാർട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ ബ്ലഡിൻ്റെ അളവ് കുറയുമ്പോൾ ഹാർട്ട് കുറച്ചുകൂടി കൂടുതൽ ഫാസ്റ്റായിട്ട് പമ്പ് ചെയ്യാൻ നോക്കും, പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ സിറ്റുവേഷനിൽ ബ്ലഡ് നഷ്ടപ്പെടുമ്പോൾ ഹാർട്ട് റേറ്റ് കൂടുകയാണ് ചെയ്യുന്നത്. ആൻസർ ബി ആണ്. ഓക്കെ, ടാക്കിക്കാർഡിയ. എൻജൈന കോസസ്, എൻജൈന വെച്ചാൽ എന്താണ്? ഹാർട്ടിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയുന്നു, അതുകൊണ്ട് നെഞ്ചുവേദന വരുന്നു. അത് നെഞ്ചുവേദനയാണ് എൻജൈന എന്ന് പറയുന്നത്. അതിൻ്റെ ആൻസർ ബി ആണ്. കാരണം അത് ഉദ്ദേശിക്കുന്നത് ബ്ലഡ് ഹാർട്ടിൻ്റെ കൊറോണറി ആർട്ടറിയിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയുന്നു, അത് ഹാർട്ടിൻ്റെ മസിലിലേക്ക് ബ്ലഡ് സപ്ലൈ കുറയുന്നു. അങ്ങനെ വരുന്ന വേദന നെഞ്ചിൽ വേദന വരുന്ന, അപ്പോൾ ആ വേദന എൻജൈന എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്. ക്ലാസിക് എൻജൈന ഫീച്ചേഴ്സ്, എൻജൈനയുടെ മെയിൻ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ടിപ്പിക്കൽ പെയിൻ എന്ന് പറഞ്ഞാൽ ചെസ്റ്റിൽ ഇങ്ങനെ ടൈറ്റായിട്ട് തോന്നും, നെഞ്ചിലൊരു ഭാരം വെച്ചതുപോലെ ഒരു ടൈറ്റായിട്ട് തോന്നുന്നതാണ് ടിപ്പിക്കൽ ചെസ്റ്റ് പെയിൻ ഓഫ് എൻജൈന എന്ന് പറയുന്നത്. ഹാർട്ടിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരുന്ന വേദന അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ആൻസർ ബി ആണ്, ചെസ്റ്റ് ടൈറ്റ്നസ്. MI മീൻസ് മയോകാർഡിയൽ ഇൻഫാർക്ഷൻ ആണ്. MI മീൻസ് ഹാർട്ടിൻ്റെ മസിലിൽ എന്തെങ്കിലും ഇഞ്ചുറി വരുമ്പോൾ, ഇഞ്ചുറി വന്ന്
മസിലിന് കേടുവരുമ്പോൾ അതിന് പറയുന്നത് MI എന്ന് പറയും, മയോകാർഡിയൽ ഇൻഫാർക്ഷൻ എന്ന് പറയും. അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ ഇസ്കീമിയാണ്, ഇസ്കീം കഴിഞ്ഞിട്ടാണ് ഫൈനൽ സ്റ്റേജ് ഇൻഫാർക്ഷൻ പറയുന്നത്. ഇൻഫാർക്ഷൻ മീൻസ് പെർമനൻ്റ് ആയിട്ട് മസിൽ കേടുവന്നതാണ് ഇൻഫാർക്ഷൻ. ടെമ്പററി ആയിട്ട് കേടുവന്ന് തിരിച്ച് പഴയതുപോലെ ആവുന്ന അവസ്ഥയ്ക്ക് ഇസ്കീമിയ എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ ബി ആണ്. മെയിൻ കോസ് ഓഫ് MIയുടെ മെയിൻ കാരണം എന്താണ്? MIയുടെ ബ്ലഡ് ഹാർട്ടിലേക്കുള്ള മസിലിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കിട്ടാതെ വരുമ്പോൾ ആണ് MI ഉണ്ടാകുന്നത്. ബ്ലഡ് സപ്ലൈ കിട്ടാത്ത റീസൺ വെച്ചാൽ ഞരമ്പിനകത്ത് കൊഴുപ്പൊക്കെ കെട്ടി നിന്നിട്ട് എത്രോസ്ക്ലീറോസിസ് എന്ന അവസ്ഥയുണ്ട്. എത്രോസ്ക്ലീറോസിസ് വരുമ്പം മസിൽസ് ബ്ലോക്ക് ആകുമ്പോൾ ആണ് ബ്ലഡ് സപ്ലൈ കുറയുന്നത്. അപ്പോൾ ആൻസർ ബി ആണ്. എത്രോസ്ക്ലീറോസിസിനകത്ത് കാൽഷ്യം ഡിപ്പോസിറ്റ് ആകുമ്പോൾ അതിന് പറയുന്നത് പ്ലേഗ് എന്ന് പറയും. അപ്പം കാൽഷ്യം ഡിപ്പോസിറ്റ് ആണ് ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ കാൽഷ്യം ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത് പ്ലേഗ് എന്ന് പറയും. കൊഴുപ്പ് ഡിപ്പോസിറ്റ് ചെയ്ത് ഞരമ്പ് കട്ടി വന്നതിന് എത്രോസ്ക്ലീറോസിസ് എന്ന് പറയും. ആൻസർ ബി ആണ്. MI സിംറ്റം, ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ അതിന് സിംറ്റംസ് എന്താണ്? ഭയങ്കരമായ നെഞ്ചുവേദനയാണ് അതിന് പറയുന്നത്. ക്രഷിങ് ചെസ്റ്റ് പെയിൻ, നെഞ്ചിൽ എന്തോ ഭയങ്കര വെയിറ്റ് ചെയ്ത് വെച്ചതുപോലെ ഭയങ്കരമായ നെഞ്ചുവേദന, ക്രഷിങ് ചെസ്റ്റ് പെയിൻ. ആൻസർ ബി ആണ്. ഡ്രഗ് ഫോർ MI, നമുക്ക് ഒരുപാട് മരുന്നുകളുണ്ട്, പക്ഷേ ഏറ്റവും സ്ഥിരമായിട്ട് കൊടുക്കുന്ന ഒരു മരുന്നാണ് ആൻറ്റി പ്ലേറ്റ്ലെറ്റ് ആണ്. പ്ലേറ്റ്ലെറ്റ് എന്ന ക്ലോട്ട് ഉണ്ടാക്കാൻ സഹായിക്കുന്നു. അപ്പോൾ പ്ലേറ്റ്ലെറ്റ് ആൻറ്റി പ്ലേറ്റ്ലെറ്റ് കൊടുത്താൽ ക്ലോട്ട് കുറയും, ക്ലോട്ട് ഉണ്ടാവുന്ന നിൽക്കും അല്ലെങ്കിൽ കുറയും. ആൻസർ ബി ആണ്. ഹാർട്ട് ഫെയിലിയർ മീൻസ് ഹാർട്ടിന് പമ്പ് ചെയ്യാൻ പറ്റാത്ത സ്ലോ ആയിട്ട് ഹാർട്ടിന് പമ്പ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ വരുന്നു, അങ്ങനെ നിന്ന് പോകുന്ന അവസ്ഥയാണ് ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ ബി ആണ്, പമ്പ് ഫെയിലിയർ ആണ്. CHF, കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ എന്ന് പറയും. CHF എന്ന് പറഞ്ഞാൽ സിംറ്റം. അപ്പോൾ പമ്പിങ് കുറഞ്ഞു വരുമ്പോൾ അതിന് പറയുന്നത് CHF എന്നാണ്. പമ്പിങ് കുറയുമ്പോൾ എന്ത് പറ്റും? ബ്ലഡ് നന്നായിട്ട് പോകില്ല, ബ്ലഡ് പലസ്ഥലത്തും കെട്ടിക്കിടക്കും, അപ്പോൾ നീര് വരും. അപ്പോൾ ആ ഏറ്റവും കൂടുതൽ കാണുന്നത് കാലിലാണ്. അപ്പോൾ ആൻസർ ബി ആണ്, ലെഗ് സ്വെല്ലിംഗ്. അപ്പോൾ അതിന് റിട്ടൻഷൻ ലീഡ്സ് ടു എഡിമ. എഡിമ എന്ന് പറയുന്നത് നീര് വരുന്നതിനാണ് എഡിമ എന്ന് പറയുന്നത്. കാർഡിയക് അറസ്റ്റ് മീൻസ് ഹാർട്ട് പെട്ടെന്ന് നിന്ന് പോകുന്നതിനാണ് കാർഡിയക് അറസ്റ്റ് എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്, നോ ഹാർട്ട് ബീറ്റ്. ഹാർട്ട് പതുക്കെ നിന്ന് പോകുന്നതിന് ഫെയിലിയർ എന്ന് പറയും, പെട്ടെന്ന് നിന്ന് പോകുന്നതിന് അറസ്റ്റ് എന്ന് പറയും. ആസ്മ എമർജൻസി, ആസ്മ കൂടി പെട്ടെന്ന് ആസ്മ വലിയ സീരിയസ് ആയിട്ടുള്ള ആസ്മയ്ക്കാണ് നമ്മൾ സ്റ്റാറ്റസ് ആസ്മാറ്റിക്കസ് എന്ന് പറയുന്നത്. അപ്പം പേഷ്യൻ്റ് ഒട്ടും ശ്വാസം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ, ഭയങ്കര സിവിയർ കണ്ടീഷനാണത്. സാധാരണ ട്രീറ്റ്മെൻറ്റൊന്നും റെസ്പോണ്ട് ചെയ്യത്തില്ല. അപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് മെഡിസിൻസ് കൊടുത്താൽ ട്രീറ്റ്മെൻറ്റ് കറക്റ്റ് ആവുള്ളൂ. അപ്പം സിവിയർ ആസ്മ അല്ലെങ്കിൽ ഒരുപാട് കൂടിയ ആസ്മയ്ക്ക് സ്റ്റാറ്റസ് ആസ്മാറ്റിക്കസ് എന്ന് പറയും. COPD മീൻസ് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. അപ്പോൾ ലങ്സിൻ്റെ അസുഖമാണ്, ലങ്സിൽ കേട് വരുമ്പോൾ ഉണ്ടാകുന്ന അസുഖമാണ്. മെയിൻ കോസ്, ഒരു പ്രധാനപ്പെട്ട കാരണം സ്മോക്കിംഗ് ആണ്. ആൻസർ ബി ആണ്. പൾമണറി എഡിമ മീൻസ് ലങ്സിനകത്ത് വെള്ളം കെട്ടി കിടക്കുന്നതിനാണ് പൾമണറി എഡിമ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എ ആണ്. സാധാരണ ഹാർട്ട് ഫെയിലിയർ വരുമ്പോഴാണ് പൾമണറി എഡിമ വരുന്നത്. ഫ്ലൂയിഡ് ഇൻ ലങ്സ് ആണ്. ആൻസർ എ. പൾമണറി എംബോളിസം മീൻസ് ലങ്സിനകത്തുള്ള ബ്ലഡ് വെസൽസ് അല്ലെങ്കിൽ ഞരമ്പിനകത്ത് ക്ലോട്ട് വരുന്നതിന് വേറെ സ്ഥലത്തു നിന്ന് ക്ലോട്ട് വന്ന് ക്ലോട്ടോ വേറെ എന്തെങ്കിലും തടസ്സം ഉണ്ടാകുന്നതിനാണ് പൾമണറി എംബോളിസം എന്ന് പറയുന്നത്. അപ്പോൾ കോമൺലി ക്ലോട്ടാണ് വരുന്നത്. അപ്പോൾ ആൻസർ ബി ആണ്, ബ്ലഡ് ക്ലോട്ട് ഇൻ ലങ്സ്. റെസ്പിറേറ്ററി ഫെയിലിയർ എന്ന് വെച്ചാൽ ലങ്സിന് പ്രോപ്പറായിട്ട് ഗ്യാസ് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല, കാർബൺ ഡൈ ഓക്സൈഡ് കെട്ടിക്കിടക്കുന്നു, ഓക്സിജൻ കിട്ടുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് റെസ്പിറേറ്ററി ഫെയിലിയർ എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്, ഗ്യാസ് എക്സ്ചേഞ്ച് ഫെയിലിയർ. റെസ്പിറേറ്ററി ആസിഡസ് എന്താണ്? ലങ്സ് വർക്ക് ചെയ്തില്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് അളവ് കൂടും, കാർബൺ ഡൈ ഓക്സൈഡ് അളവ് കൂടുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആസിഡ് ഉണ്ടാവും, കാർബോണിക് ആസിഡ് ഉണ്ടാവും. അപ്പം pH കുറയും. ഈ അവസ്ഥയാണ് റെസ്പിറേറ്ററി ആസിഡോസ് എന്ന് പറയുന്നത്. അപ്പം CO2 ലെവൽ കൂടുന്ന അവസ്ഥയിലാണ് ആസിഡോസിസ് വരുന്നത്. അപ്പോൾ ആൻസർ ബി ആണ്. ആസ്പിറേഷൻ ന്യൂമോണിയ. ആസ്പിറേഷൻ ന്യൂമോണിയ എന്ന് വെച്ചാൽ നോർമലി നമ്മൾ ലങ്സിനകത്തോ അല്ലെങ്കിൽ ട്രാക്കിനകത്തോ ക്ലിയർ ആയിട്ട് എയർ പോകുന്ന സ്ഥലമാണ്. പക്ഷേ
വയറ്റിൽ കിടക്കുന്ന കണ്ടൻസ് മേലോട്ട് വന്നിട്ട് ലങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനാണ് ആസ്പിറേഷൻ പോകണമെന്ന് പറയുന്നത്. സാധാരണ കിടപ്പുരോഗികൾക്ക് അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഫ്ലൂയിഡ് എന്തെങ്കിലും അതിനകത്ത് പോയാൽ അതിന് ആസ്പിറേഷൻ ന്യൂമോണിയ പറയും. അപ്പം ഫ്ലൂയിഡോ സലൈവയോ അല്ലെങ്കിൽ എന്തെങ്കിലും വയറ്റിൽ കിടന്ന കണ്ടൻസോ എന്തെങ്കിലും ഒക്കെ പേഷ്യൻ്റ് ലങ്സിലേക്ക് പോകുന്നതിനാണ് ആസ്പിറേഷൻ ന്യൂമോണിയ എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്, ഇൻഹേൽഡ് മെറ്റീരിയൽ. ഓക്കെ. മേജർ ട്രോമ മീൻസ് മേജർ ട്രോമ എന്ന് വെച്ചാൽ ഒരുപാട് പരുക്കൾ പറ്റുന്നതിന് മേജർ ട്രോമ എന്ന് പറയും. സാധാരണ ഈ റോഡ് ആക്സിഡൻറ്റൊക്കെ പറ്റുന്ന ട്രോമയ്ക്ക് മേജർ ട്രോമ എന്ന് പറയാം. അപ്പോൾ ഒരുപാട് അവയവങ്ങൾ കേടുവരും. അതിന് ആൻസർ ബി ആണ്, മൾട്ടി സിസ്റ്റം ഇഞ്ചുറി. അപ്പോൾ പ്രൈമറി സർവേ ഫസ്റ്റ്. ഒരു ഇഞ്ചുറി ആയിട്ട് വരുന്ന ആളിന് ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം നമ്മൾ അയാളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ക്ലിയർ ആക്കണം. അപ്പം എയർവേ, ബ്രീതിങ്, സർക്കുലേഷൻ, ശ്വാസം കറക്റ്റ് എടുക്കുന്നുണ്ടോ, ശ്വാസ തടസ്സമുണ്ടോ, ബ്ലഡ് സപ്ലൈ കറക്റ്റ് ആണോ, അതെല്ലാം നോക്കുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എയർവേ കറക്റ്റായിട്ട് പോകുന്നത്, എയർ അകത്തായിട്ട് കറക്റ്റായിട്ട് എത്തുന്നത് നോക്കണം. അപ്പോൾ ആൻസർ ബി ആണ്. പിന്നെ ബ്രീതിങ് അസസ്മെൻറ്റ് ഇൻക്ലൂഡ്സ്. ബ്രീതിങ് നോക്കാനായിട്ട്, ശ്വാസം എടുക്കുന്നത് നോക്കാൻ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെസ്റ്റിൻ്റെ മൂവ്മെൻറ്റ് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ശ്വാസം എടുക്കുന്നുണ്ടില്ല എന്നുള്ളത്. ആൻസർ ബി ആണ്. സർക്കുലേഷൻ എങ്ങനെ ചെക്ക് ചെയ്യുന്നത്? സർക്കുലേഷൻ ചെക്ക് ചെയ്യാൻ നമുക്ക് എളുപ്പമുള്ളത് പൾസ് നോക്കാം. റേഡിയൽ പൾസോ അല്ലെങ്കിൽ ഫെമറൽ പൾസോ അല്ലെങ്കിൽ അങ്ങനെ കാരോട്ടിഡ് പൾസോ, അങ്ങനെ പലതരത്തിലുള്ള പൾസ് ഉണ്ട്. അത് നമുക്ക് അറിയാൻ പറ്റും. ആൻസർ എ ആണ്, പൾസ്. ന്യൂറോളജിക്കൽ അസസ്മെൻറ്റ് യൂസസ്. ന്യൂറോളജിക്കൽ അസസ്മെൻറ്റ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? നമുക്ക് GCS വെച്ചാണ് ചെയ്യുന്നത്. GCS എന്ന് വെച്ചാൽ ഗ്ലാസ്ഗോ കോമ സ്കെയിൽ എന്ന് പറഞ്ഞ ഒരു സ്കെയിലാണ്. അത് വെച്ചൊരു പേഷ്യൻ്റ് 1 to 15 സ്കെയിലിൽ നമുക്ക് പേഷ്യൻ്റ് ഏത് ലെവലാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതിനകത്ത് പേഷ്യൻ്റ് മൂവ്മെൻ്റ് ഉണ്ടോ, സംസാരിക്കുന്നുണ്ടോ, റെസ്പോൺസ് എങ്ങനെയാണ്, ചോദിക്കുന്നതിന് ഉത്തരം പറയുന്നുണ്ടോ, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യും. അപ്പോൾ 1 to 15 സ്കെയിലുണ്ട്. അതിനാണ് GCS അല്ലെങ്കിൽ ഗ്ലാസ്ഗോ കോമ സ്കെയിൽ എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്. എക്സ്പോഷർ മീൻസ് എക്സ്പോഷർ എന്ന് വെച്ചാൽ പേഷ്യൻ്റ് എക്സ്പോസ് ചെയ്യണം. മീൻസ് ക്ലോത്ത്സ് ഒക്കെ റിമൂവ് ചെയ്യണം, എയർ സർക്കുലേഷൻ കിട്ടണം. നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ക്ലോത്ത്സ് തടസ്സമാണ്. അപ്പോൾ ക്ലോത്ത്സിനെല്ലാം റിമൂവ് ചെയ്യാൻ എക്സ്പോഷർ എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്. ഫ്ലൂയിഡ് തെറാപ്പി. എന്തിനാണ് ഫ്ലൂയിഡ് കൊടുക്കുന്നത്? ഫ്ലൂയിഡ് കൊടുക്കുന്നത് ശരീരത്തിൽ വെള്ളത്തിന് അളവ് കുറയുമ്പോൾ വെള്ളം കൊടുക്കുന്നതാണ് ഫ്ലൂയിഡ് തെറാപ്പി എന്ന് പറയുന്നത്. അപ്പം ആൻസർ ബി ആണ്, ഹൈഡ്രേഷൻ. ക്രിസ്റ്റലോയിഡ് എക്സാമ്പിൾ. ക്രിസ്റ്റലോയിഡ് എന്താ ചെയ്യുന്നത്? ക്രിസ്റ്റലോയിഡ് ഇതിനകത്തുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് സലൈനാണ്. നമ്മൾ ഫ്ലൂയിഡ് തെറാപ്പിയുടെ ഭാഗമായിട്ട് നോർമൽ സലൈൻ കൊടുക്കാറുണ്ട്. അതാണ് ക്രിസ്റ്റലോയിഡിൻ്റെ എക്സാമ്പിൾ. ആൻസർ ബി ആണ്. കൊലോയിഡ് പ്രോപ്പർട്ടി. കൊലോയിഡ് എന്ന് വെച്ചാൽ എന്താണ്? ബ്ലഡിൽ ഫ്ലൂയിഡിനെ പിടിച്ചു നിർത്തുന്ന പ്രോപ്പർട്ടി ഉള്ളതാണ് കൊലോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഓസ്മോട്ടിക് പ്രഷർ കൊണ്ട് ഫ്ലൂയിഡ്സിനെല്ലാം മെയിൻറ്റെയിൻ ചെയ്യും ബ്ലഡിനകത്ത്. അപ്പോൾ അതിൻ്റെ ആക്ഷൻ കുറച്ച് കൂടുതൽ നേരം കാണും ക്രിസ്റ്റലോയിഡിനെ കാട്ടി. അപ്പം ബ്ലഡ് വോളിയം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻസർ ബി ആണ്. ട്രാൻസ്ഫ്യൂഷൻ പർപ്പസ്. എന്തിനാണ് നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നത്? ഇതിൽ ഉദ്ദേശിക്കുന്ന ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനാണ്. അപ്പം ഒരുപാട് ബ്ലഡ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ബ്ലഡിന് റിപ്ലേസ് ചെയ്യാൻ ഏറ്റവും നല്ലത് ബ്ലഡ് തന്നെയാണ്. ആൻസർ ബി ആണ്. ഡയറക്റ്റ് ട്രാൻസ്ഫ്യൂഷൻ ഇപ്പം നമ്മൾ യൂസ് ചെയ്യാറില്ല. ഒരു പേഷ്യൻ്റ് അടുത്ത പേഷ്യൻ്റ് ഡയറക്റ്റായിട്ട് ബ്ലഡ് കൊടുക്കുന്ന ഒരു കാലത്തുണ്ട്. അത് ക്ലാസിക്കൽ മെത്തേഡ്. ഇപ്പം ചെയ്യാറില്ല. ആർട്ടറി ടു കൊടുക്കുന്ന ആളുടെയും വാങ്ങുന്ന ആളുടെയും ആർട്ടറിയും കൈയും തമ്മിൽ കണക്ട് ചെയ്ത് ചെയ്യുന്നുണ്ട്. അതിപ്പം ചെയ്യുന്നില്ല. അപ്പം ബി ആർട്ടറി ടു വെയിൻ ആണ്. ഇൻഡയറക്റ്റ് ട്രാൻസ്ഫ്യൂഷൻ. ഇൻഡയറക്റ്റ് ട്രാൻസ്ഫ്യൂഷൻ മീൻസ് നമ്മൾ നോർമലി ചെയ്യുന്ന ട്രാൻസ്ഫ്യൂഷനാണ്. ഒരാളുടെ ബ്ലഡ് എടുത്തിട്ട് അയാളുടെ ബ്ലഡ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അതിനെ ഗ്രൂപ്പൊക്കെ ചെയ്ത് ക്രോസ് മാച്ച് ചെയ്ത് അടുത്ത ആൾക്ക് കൊടുക്കുന്നതിന് ഇൻഡയറക്റ്റ് ട്രാൻസ്ഫ്യൂഷൻ. അതിന് നമ്മൾ ആൻറ്റി കോഗുലൻ്റ് ആഡ് ചെയ്യും ക്ലോട്ട് ഇരിക്കാൻ വേണ്ടി. അപ്പോൾ ആൻസർ ബി ആണ്. പ്ലാസ്മ ട്രാൻസ്ഫ്യൂഷൻ ബ്ലഡിൻ്റെ കമ്പോണൻറ്റ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യും. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നുണ്ട്. പ്ലാസ്മയോ പാക്സെല്ലോ അല്ലെങ്കിൽ
ഏതാണ് നമുക്ക് വേണ്ടത് അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അത് മാത്രമായിട്ട് കൊടുക്കാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഫ്ലോട്ടിംഗ് ഫാക്ടേഴ്സ് കൊടുക്കണമെങ്കിൽ ഏറ്റവും നല്ലത് പ്ലാസ്മ മാത്രം കൊടുക്കുകയാണ്. കാരണം ഫ്ലോട്ടിംഗ് ഫാക്ടേഴ്സ് പ്ലാസ്മയിലാണ് ഉള്ളത്. അപ്പോൾ ആൻസർ ബി ആണ് ഫ്ലോട്ടിംഗ് ഫാക്ടേഴ്സ്. സ്റ്റാറ്റസ് അസ്മാറ്റിക്കസ്, ആസ്മ ഭയങ്കര സിവിയർ ആയി കഴിഞ്ഞാൽ നമ്മൾ മെഡിസിൻസ് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ സാധാരണ കൊടുക്കുന്ന മെഡിസിൻ ഒരു മെഡിസിനാണ് സാൽബുറ്റമോൾ. അത് ബ്രോങ്കോ ഡൈലേഷൻ ചെയ്യുന്നത് ഈ പാസേജ് ഡൈലേറ്റ് ചെയ്ത് എയർ പോകാൻ വേണ്ടി സഹായിക്കും, ലങ്സിലേക്ക് എയർ പോകാൻ സഹായിക്കും. അതാണ് സാൽബുറ്റമോൾ. COPD ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് എമർജൻസി, അത് നമ്മുടെ ഓക്സിജൻ പുറത്താണ് ട്രീറ്റ് ചെയ്യുന്നത്. ശ്വാസം മുട്ട് കൂടുമ്പോൾ ഒരു മെഡിസിനാണ് ഓക്സിജൻ. COPD എമർജൻസി. പൾമണറി എഡിമ കൊടുക്കുന്ന മരുന്ന് ഏതാണ്? പൾമണറി എഡിമ ലങ്സിനകത്ത് വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ അതിൽ കൊടുക്കുന്ന മരുന്ന് ഹാർട്ട് ഫെയിലിയർ കാരണമാണ് പൾമണറി എഡിമ വരുന്നത്. അപ്പോൾ ആ സമയത്ത് കൊടുക്കുന്ന ഒരു മരുന്നാണ് നൈട്രോ ഗ്ലിസറിൻ. ആൻസർ ബി ആണ്. പൾമണറി എംബോളിസം മീൻസ് ലങ്സിനകത്ത് ക്ലോട്ട് വരുന്ന, ബ്ലഡ് വെസൽസിനകത്ത് ക്ലോട്ട് വരുന്നതാണ് പൾമണറി എംബോളിസം എന്ന് പറയുന്നത്. അപ്പോൾ അത് ക്ലോട്ട് കുറയ്ക്കാൻ വേണ്ടി ഏറ്റവും നല്ല മരുന്ന് ഹെപ്പാരിൻ ആണ്. ആൻസർ ബി ആണ്. റെസ്പിറേറ്ററി ഫെയിലിയർ, ലങ്സ് ഫെയിൽ ആയി കഴിഞ്ഞാൽ കൊടുക്കുന്ന മരുന്ന് ഏതാണ്? ആൻസർ ബി ആണ്, ഓക്സിജൻ ആണ്. ആസിഡോസിസ്, ആസിഡോസിസ് എന്താണ്? ബ്ലഡിനകത്ത് ആസിഡിൻ്റെ ലെവൽ കൂടുന്നു അല്ലെങ്കിൽ pH കുറയുന്നു. സാധാരണ റെസ്പിറേറ്ററി ഫെയിലിയർ വരുന്ന ആസിഡോസിന്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാർബൺ ഡയോക്സൈഡ് പൊട്ടുന്ന പുറത്ത് കളയണം. അതിൻ്റെ ആൻസർ ബി ആണ്, റിമൂവ് CO2 വെന്റിലേഷൻ ആണ് ആൻസർ. ആസ്പിറേഷൻ മാനേജ്മെൻറ്റ്, ലങ്സിനകത്ത് ഫ്ലൂയിഡ് കയറി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഫ്ലൂയിഡ് പുറത്തെടുക്കുന്നത്? സക്ഷൻ വഴിയാണ് ഫ്ലൂയിഡ് പുറത്തെടുക്കുന്നത്. ആൻസർ ബി ആണ്. ട്രോമ ട്രയൽ, ഒരു ഇഞ്ചുറി ആയിട്ട് ഒരാളുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിനെ എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യണം? പല ഇഞ്ചുറീസും വരും. നല്ല സീരിയസ് ഏതാണ്, സീരിയസ് അല്ലാത്തത് ഏതാണ് നമുക്ക് വേർതിരിച്ചിട്ട് വേണം നമ്മൾ ട്രീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ വേർതിരിക്കുന്നതിനാണ് ട്രയൽ എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ ബി ആണ്, പ്രയോറിറ്റൈസ് കെയർ. പ്രൈമറി സർവേ, ആദ്യം നമ്മൾ എന്താണ് നോക്കുന്നത്? ആദ്യം നോക്കുന്നത് എന്താണ്? നമ്മൾ ലൈഫ് സേവ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പെട്ടെന്ന് നോക്കിയിട്ട് ഏറ്റവും സീരിയസ് ആയുള്ള ആൾക്കാരെ എടുത്തിട്ട് അതിൻ്റെ ലൈഫ് സേവ് ചെയ്യാൻ നോക്കും. അപ്പോൾ ആൻസർ ബി ആണ്. സെക്കൻഡറി സർവേ എന്ന് വെച്ചാൽ ഡീറ്റെയിൽ ആയിട്ട്, പിന്നെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരാളെ സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ അവർ ഡീറ്റെയിൽ ആയിട്ട് അയാൾ എക്സാമിൻ ചെയ്യുന്നത്. ആൻസർ ബി ആണ്. ഡെഫിനിറ്റീവ് കെയർ, അത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പേഷ്യൻ്റ് അഡ്മിറ്റ് ആക്കി നമുക്ക് കാര്യങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ടെസ്റ്റുകൾ ചെയ്ത് ഫൈനൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. അതാണ് ഡെഫിനിറ്റീവ് കെയർ എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്. IV ഫ്ലൂയിഡ് ഇൻഡിക്കേഷൻ, IV ഫ്ലൂയിഡ് എപ്പോഴാണ് കൊടുക്കുന്നത്? ശരീരത്തിൽ വെള്ളം നഷ്ടപ്പെടുമ്പോഴാണ് IV ഫ്ലൂയിഡ് കൊടുക്കുന്നത്. ആൻസർ ബി ആണ്, ഡീഹൈഡ്രേഷൻ. ഫ്ലൂയിഡ് ബാലൻസ് ഡിപ്പെൻഡ്സ് ഓൺ, എത്ര ഫ്ലൂയിഡ് ശരീരത്തിൽ ഉണ്ടാവുമെന്ന് എങ്ങനെ തീരുമാനിക്കുന്നത്? എത്ര വെള്ളം കുടിക്കുന്നു, എത്ര ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്നു, എത്ര ഫ്ലൂയിഡ് നമ്മൾ എടുക്കുന്നു, എത്ര ശരീരത്തിന് പുറത്തു പോകുന്നത് അനുസരിച്ചാണ് ഫ്ലൂയിഡ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇൻടേക്ക് ഔട്ട്പുട്ട്. ആൻസർ ബി ആണ്. ഇനി എസ്എ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുക. നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽ അതിൻ്റെ ആൻസേഴ്സ് ഉണ്ടാവും. ആൻസേഴ്സ് നോക്കിയിട്ട് നിങ്ങൾ അതിൻ്റെ ആൻസേഴ്സ് കണ്ടെത്തിയിട്ട് പഠിക്കാനായിട്ട് നോക്കുക. ഓക്കെ, ഇപ്പം 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ 10 ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് എക്സാമിൽ മിക്കവാറും ഈ ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും വരാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു വെരി മച്ച്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.